ലാലേട്ടൻ്റെ അടുത്ത ഒരു പ്രൊമോ വന്നിരിക്കുകയാണ്. ഈ പ്രൊമോയിൽ നമ്മുടെ അനുമോളെയും ജിസേലിനെയും ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ആദ്യം അനുമോൾ പറയുന്നു, ഞാൻ ഇവിടുന്ന് ചപ്പാത്തി കട്ടെടുത്തു എന്ന് പറയുന്നു, കള്ളി എന്ന് പറഞ്ഞു എന്ന രീതി പറയുന്നു. അപ്പോൾ ജിസേൽ പറയുന്നു, അതൊക്കെ ശരിയാണ്, പക്ഷേ ഫിസിക്കൽ അറ്റാക്കിലേക്ക് പോകാൻ പാടില്ലല്ലോ എന്ന്. അത് കറക്റ്റ് കാര്യമാണ്. കാര്യം അനുമോൾക്ക് പറ്റിയ ഏറ്റവും വലിയൊരു വീഴ്ചയാണ് ഈ കയ്യാങ്കളിലേക്ക് എത്തിയത്. ഒരു സെൽഫ് കൺട്രോളിങ് ഇല്ലാത്ത ഒരു വ്യക്തി തന്നെയാണ് അനുമോളെന്ന് തെളിയിച്ച രീതിയിലാണ് അത് കാണിച്ചത്. അത് നമുക്കിവിടെ ബിഗ് ബോസിൽ വാക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മാനമാടാം. അതിനൊക്കെ ഒരു ലിമിറ്റും ഉണ്ട്. എന്നാൽ പോലും വാക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മാനമാടാം. പക്ഷെ കൈയും കാലും ഒന്നും പൊക്കാൻ പാടില്ല, ഭീഷണിപ്പെടുത്താൻ പാടില്ല. ഇതൊക്കെ ബിഗ് ബോസിൽ പാടില്ലാത്തൊരു കാര്യമാണ്. അതെല്ലാം തന്നെ അനുമോൾ ചെയ്തു. ജിസേലിനെ കൊല്ലൂന്ന് പറഞ്ഞു, പുറത്തിറങ്ങി എനിക്ക് നെഗറ്റീവാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു, പുറത്തിറങ്ങി ജിസേലിനെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ പല കാര്യങ്ങൾ പറയുകയും ചെയ്തു. പിന്നീട് ജിസേലും അവിടുത്തെ പുരുഷന്മാരും എല്ലാം വളരെ മോശപ്പെട്ട ആൾക്കാരെന്ന് പറഞ്ഞു. ഇങ്ങനെയൊന്നും ഒരിക്കലും ജിസേൽ പറഞ്ഞിട്ടില്ല. ജിസേൽ ആകെ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, മോഷ്ടിച്ചു, ഇതേപോലെ എന്നെ പുറകെ നടക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അനുമോളുടെ ക്യാരക്ടർ മോശമാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ജിസേലിന് നേർക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും ജിസേൽ വാക്കുകൾ കൊണ്ട് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സീസൺ 5 നമ്മുടെ അഖിൽമാരാർ അതുപോലെ തന്നെയായിരുന്നു. അഖിൽമാരാർ ചിലപ്പോഴും പല വാക്കുകളും കൈവിട്ട് പോയാലും അതിനെ കറക്കി തിരിച്ച് നേരെ കൊണ്ടുവരാൻ ഉള്ള കഴിവ് അഖിലിനുണ്ടായിരുന്നു, അല്ലേ? അതുപോലൊരു കഴിവ് ജിസേലിനും ഉണ്ട്. അത്രയൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്നാലൊരു കഴിവുണ്ട്. ജിസേലിൻ്റെ ന്യായം അല്ലെങ്കിൽ ജിസേലിൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ജിസേൽ നല്ലൊരു കഴിവുണ്ട്. അത് ഒരുപാട് എനിക്ക് തോന്നുന്നു ഷോയിലൊക്കെ പോയുള്ള ആ ഒരു കഴിവാണ്. മാത്രമല്ല ഭയങ്കര സ്ട്രോങ് ആണ്. അനുമോള കണക്കല്ല, ഒന്ന് പറഞ്ഞ് രണ്ടിന് കരയില്ല. അത് വലിയൊരു പോസിറ്റീവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജിസേലിനെ പെട്ടെന്നൊന്നും ഈ ഒരു കാരണത്തിന് പുറത്താക്കില്ല. എന്തെങ്കിലുമൊക്കെ പണിഷ്മെൻറ്റ് കൊടുക്കാൻ മാത്രമേ ചാൻസ് ഉള്ളൂ. മാത്രമല്ല, ജിസേലിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഇനി വല്ല സാധനങ്ങളും കയ്യിലുണ്ടോ എന്ന്. ഇല്ല എന്ന് തന്നെയാണ് ജിസേൽ പറയുന്നത്. ഇത് ആരെടുത്തുകൊണ്ട് പോയി അല്ലെങ്കിൽ ജിസേലിൻ്റെ കയ്യിൽ ഇനിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളും ഇന്ന് തന്നെ കാണിക്കുന്ന ലക്ഷണമാണ് കേട്ടോ. കാര്യം ജിസേലിൻ്റെ കാര്യം മേക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ, ആ ഒരു മേക്കപ്പ് ഇഷ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്ന് ചർച്ച ചെയ്ത് മാറ്റും. എനിക്ക് തോന്നുന്നു നാളത്തേക്കായിരിക്കും അനുമോൾ പറഞ്ഞ പല കാര്യങ്ങളും സംസാരിക്കാൻ പോകുന്നത്. അതായത് അക്ബറിനെ കുറിച്ചും നിവീനെ കുറിച്ചും ഒക്കെ പറഞ്ഞ കാര്യങ്ങളും അവിടെയുള്ള മൊത്തത്തിലുള്ള ആണുങ്ങളെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാളെ ആയിരിക്കാം ഒരു പക്ഷേ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ന് മിക്കവാറും കൂടുതലും ജിസേൽ അനുമോൾ വിഷയങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളായിരിക്കും പറയാൻ പോകുന്നത്. അതുതന്നെയാണ് നമ്മുടെ പ്രൊമോയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതും. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം.